നമസ്കാരം. മഠത്തിലെ രുചിയുടെ ഒരു അടാറ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മത്തങ്ങ റെസിപ്പിയാണ്. മത്തങ്ങ ഇഷ്ടമില്ലാത്തവരെ പോലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നിപ്പിക്കുന്ന ഒരു റെസിപ്പി, ഒരു മത്തങ്ങ പച്ചടി. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കഷ്ണം മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് കറി, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, വളരെ സ്വാദിഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചിട്ട് വിളമ്പി കൊടുത്തോ കൂട്ടോ. ഊണൊക്കെ കഴിഞ്ഞിട്ടേ പറയാവുള്ളൂ ഇത് മത്തങ്ങയാണെന്ന്. കുശാലായിട്ടുണ്ട്. അത് എന്താണെന്നിപ്പോൾ നിൻ്റെ കറിയെന്ന് ചോദിച്ചാൽ പറയുക, ഇതാ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മത്തങ്ങയാണത്. അങ്ങനെയൊക്കെ പറയാം, അങ്ങനെയൊക്കെ ചെയ്യാം നമുക്കേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ മത്തങ്ങയൊക്കെ കണ്ടോ എന്തോ ഒരു ഭംഗിയാന്ന് നോക്കൂ. ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം അങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ, ഒരു കളറിന് വേണ്ടി മാത്രമാണ്, കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, എരിയുള്ള മുളക് പൊടിയല്ല. അതുപോലെ തന്നെ നല്ലോണം ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഉപ്പ് ഇപ്പം തന്നെ ഇടേണ്ട കാര്യമില്ല. കുറച്ച് വെള്ളം, മത്തങ്ങ കഴുകിയതാണ്, കുറച്ച് മതി. ഇനി നമുക്കിത് അടുപ്പത്ത് കൊണ്ടേക്കാം കേട്ടോ. ഒന്ന് വെന്ത് വരുന്ന സമയത്ത് മാത്രം മതി ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മുടെ മത്തങ്ങ ഒന്ന് വെന്ത് വരാൻ തുടങ്ങി. ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കരുത്. ഒരു പകുതി വേവായതിന് ശേഷം മാത്രം. ഇത് നന്നായിട്ട് ഉടഞ്ഞ് വെന്തോട്ടെ, അതാണ് ഈ കൂട്ടാൻ്റെ സ്വാദ് കേട്ടോ. മതി. നല്ലോണം ഒരു 2.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ടോളൂ, അല്ലാതെ ഞാൻ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. തിളച്ച് വരട്ടെ. ഈ നമ്മുടെ പച്ചടിയിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒരു 4.5 ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് എരിക്കനുസരിച്ച് പച്ചമുളക്. പച്ചടിയല്ലേ, എന്താ അതിൻ്റെ അർത്ഥം? നാളികേരം പച്ചയ്ക്ക്, മുളക് പച്ചയ്ക്ക്. നല്ല ജീരകം, വറക്കൊന്നും വേണ്ട. ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മഷി മാതിരി അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അവോയ്ഡ് ചെയ്യരുത്. അതാണ് പച്ചടി, പച്ചക്കടുകാണ് അരയ്ക്കുന്നത് പച്ചടിയിൽ. അത് വളരെ കുറച്ച് മതി, 1/4 ടീസ്പൂൺ മതി. ജീരകം ഒരു 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ പച്ചമുളക്, നാളികേരം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ കണ്ടോ, കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം മത്തങ്ങ ഇതേപോലെ തന്നെ വേവണം കേട്ടോ, അങ്ങനെ ഉടഞ്ഞ് വേവണം. ഇനി നമ്മളിപ്പോൾ അരച്ചത് കണ്ടോ, ഇതേപോലെ ഫൈനായിട്ട് അരയ്ക്കണം. അത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് വെള്ളം സ്രോച്ചിട്ടല്ല കേട്ടോ, കുറച്ച് വെള്ളം കൂടി ജാറ് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ കഷ്ണം ഒന്ന് ഉടയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ചട്ടകെടുത്ത്, അല്ലാതെ കറിയിലേക്കുള്ളതല്ല. കണ്ടോ, ഇതേപോലെ. ഇപ്പോൾ ഈ ഒരു കൊഴുപ്പായിക്കോട്ടെ. ഇനി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ, നല്ലൊരു തിള വരട്ടെ. വെയിറ്റ് ചെയ്യാം. കണ്ടോ, അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലോണം ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് കഷ്ടിയാണ്, അതുകൊണ്ട് ഞാൻ വറുത്തിടാനാണ് ഉപയോഗിക്കുന്നത്. നോക്കട്ടെ 2 ഇതൾ കിട്ടുമെന്ന്. എന്തായാലും മൺചട്ടിയായ കാരണം ഇതിലിരുന്ന് തിളയ്ക്കുമല്ലോ, അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ. അപ്പോൾ എന്തായാലും ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് നമുക്ക് ബാക്കി പരിപാടി കേട്ടോ. തൈര് ഒഴിക്കേണ്ടതുണ്ട്, അതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം വറവിടണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഒന്നങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് കട്ടത്തൈര് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് വെറുതെ ഫോർക്ക് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ, നമ്മൾ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരമായി. മുഴുവനായിട്ട് ചൂടാറണ്ട കേട്ടോ, വല്ലാതെ ചൂട് വേണ്ട, അത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് അതിലേക്ക് ഒഴിക്കാം, നമ്മുടെ പച്ചടിയിലേക്ക്. അപ്പോൾ പച്ചത്തൈര്, പച്ചക്കടുക്, പച്ച തേങ്ങ. അപ്പോൾ ഇത് നമുക്കതിലേക്ക് കൊണ്ടുപോയിട്ട് ഒഴിക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ പച്ചടിയൊക്കെ കണ്ടോ ഇരുന്ന് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അത്യാവശ്യം പുളിയുള്ളത്, പുളി കൂടാൻ പാടില്ല, ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ ഭാഗത്തേക്കും ആകത്തക്ക വിധം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു ചൂടിലിരുന്നിട്ടൊന്ന് നന്നായിട്ട് സെറ്റായിക്കോളും. ഇതിൽ നമ്മൾ തൈര് തന്നെയാണ്, മോരാക്കിയിട്ടല്ല ഒഴിക്കുന്നത്. അത് കാരണമാണ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം ഒഴിച്ചത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു വറവ് കേട്ടോ. വറുത്തിടാൻ വേണ്ടിയിട്ട് ചുമന്ന മുളക്, കുറച്ച് കറിവേപ്പില, കടുക്,
അത്രമാത്രം മതി. എന്നാൽ ഉഷാറ് പച്ചടിയായി കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വറുത്തിടാം. അപ്പം നമുക്ക് വറുത്തോട്ടാം. ഹായ്. അപ്പോൾ ഉഷാറ് മത്തങ്ങ പച്ചടി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമുക്കൊന്ന് ഇളക്കി നോക്കാം. കണ്ടോ, കഷ്ണങ്ങളേ കാണാനില്ല. പായസം മാതിരി അടിപൊളി. അപ്പോൾ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമല്ലേ, ശരിക്കും 5 മിനിറ്റ് കറി തന്നെയാണ്. എന്നിട്ട് എന്തായാലും എങ്ങനെയുണ്ടോ, ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ചോറ് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടോ മത്തങ്ങ പച്ചടി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഈ റെസിപ്പി. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അവിടെ മെഴുക്കുവരട്ടിയുണ്ട്, നെല്ലിക്ക അച്ചാറുണ്ട്, മുളക് പുളിയിലിട്ടതുണ്ട്. പക്ഷേ ആദ്യം ഞാൻ ഇത് മാത്രം കൂട്ടിയിട്ടാണ് നിങ്ങൾക്ക് ഉരുള തരണം കേട്ടോ. നല്ല ചൂടുണ്ട്. എല്ലാവരും കഴിച്ചോളൂ. അപ്പോൾ കണ്ടില്ലേ എന്തൊരു ടേസ്റ്റാല്ലേ. കണ്ടാൽ തന്നെ പല ആൾക്കാർക്ക് എൻ്റെ ഞാനിങ്ങനെ ഉരുള ഉരുട്ടിയിട്ട് ഇങ്ങനെ തരുന്ന സമയത്തേ പല ആൾക്കാരും വായ പൊളിച്ചിട്ടുണ്ടാവും. എന്നോട് പലരും പേഴ്സണലായിട്ട് പോലും മെസ്സേജ് ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും കൊതിപ്പിച്ചു കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് ടാറ്റാ.